എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് ഞാൻ പറയാം. ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വേടൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ഒരു പേഴ്സണൽ ആസ്പെക്ട്, ഒരു വ്യക്തി എന്ന നിലയിൽ വേടൻ എത്തിയിരിക്കുന്ന സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളോ തുടങ്ങിയവയെല്ലാം ന്യായീകരിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ ഉള്ള ഒരു മീഡിയം ആയിട്ടല്ല ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ യൂട്യൂബിന് ഉപയോഗിക്കുന്നത്. എനിക്കിതിൽ പറയാനുള്ളത്, വേടൻ മുന്നോട്ട് വെക്കുന്ന ആ ഒരു പൊളിറ്റിക്കൽ ആശയത്തിനെ കുറിച്ചാണ്. ഞാൻ എല്ലാ കാലത്തും അദ്ദേഹത്തിനെ ഫോളോ ചെയ്തിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ ഡേയ്സിൽ തന്നെ ഞാൻ അദ്ദേഹത്തിനെ കണ്ടുപിടിക്കുക, അദ്ദേഹത്തിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലക്ക് ഞാൻ മനസ്സിലാക്കിയത്, വേടൻ അദ്ദേഹത്തിന്റെ കലയിലൂടെ മുന്നോട്ട് വെക്കുന്ന ആ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നാൽ, അദ്ദേഹം എല്ലാ കാലത്തും അധസ്ഥിതരുടെ കൂടെയാണ്. അദ്ദേഹം എവിടെ നിന്നാണോ വരുന്നത്, അദ്ദേഹം എവിടെ ജനിച്ചു, എവിടെ വളർന്നു, ഏത് ഡയറക്ഷനിലോട്ടാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയാണ് തുടങ്ങിയവ എല്ലാം അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലെ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് വേടന്റെ കലയിലും ഞാൻ കണ്ടിട്ടുള്ളത്. അത് എനിക്ക് റിലേറ്റബിൾ ആവാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മേ ബി ചിലപ്പോൾ ഞാനും അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളിൽ നിന്നൊക്കെ വന്നതുകൊണ്ടായിരിക്കാം. അത് ശരിക്കും മനസ്സിലാവണമെങ്കിൽ, അതായത് ഇപ്പൊ കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ആ സെനാരിയോയില് വേടനെതിരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ സംശയം തോന്നിയേക്കാം, കുറച്ച് എക്സാഗ്രേറ്റഡ് ആയിട്ടല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഒരു സംശയം ഒരു പൊതുസമൂഹത്തിന് തോന്നിയേക്കാം. അത് കറക്റ്റായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഐഡിയൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ ജനിച്ച് വളർന്ന് നമ്മുടെ അനുഭവങ്ങൾ അത്തരത്തിലുള്ളതെല്ലാം ആവുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചുകൂടി അത് റിലേറ്റബിൾ ആയിട്ട് മാറുക. എന്തുകൊണ്ടാണ് ഒരു ഇരട്ട നീതി ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയം നമ്മുടെ മനസ്സിൽ വരാനുണ്ടാവുന്ന ആ ഒരു സോളിഡ് ആയിട്ടുള്ള ഫാക്ട് അതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, വേടനെ പോലുള്ള ഒരു വ്യക്തി, അതായത് സമൂഹത്തിന്റെ ദ സോ കോൾഡ് നോംസിൽ ഫിറ്റ് ആവാത്ത ഒരു വ്യക്തിത്വം, അതിപ്പോ വേടന്റെ അപ്പിയറൻസ് ആയാലും അദ്ദേഹത്തിന്റെ കമ്മ്യൂണിറ്റി ആയാലും അദ്ദേഹത്തിന്റെ സാമ്പത്തിക നിലയായാലും എല്ലാം കൊണ്ടും അധസ്ഥിതരെന്ന് അതിനേക്കാൾ താഴെയുള്ള ഒരു ലെവലിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്നും തൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് കാര്യങ്ങൾ പഠിച്ച്, പുസ്തകം വായിച്ച്, നല്ല നല്ല വാക്കുകൾ, പുതിയത് വേടൻ തന്നെ എനിക്ക് തോന്നുന്നു പല തരത്തിലുള്ള വാക്കുകൾ കോർത്തിണക്കി പുതിയ തരം വാക്കുകൾ ഉണ്ടാക്കാനുള്ള ഒരു ടാലന്റ് കൂടി അദ്ദേഹത്തിനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ഇന്ന് എത്തി നിൽക്കുന്ന ആ പൊസിഷൻ, അതും എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ഷോ ബിസിനസിന്റെ ഒരു പീക്ക്, ഒരു അപ്പെക്സ് പൊസിഷനിൽ, റാപ്പിംഗ് എന്ന് പറയുന്ന അധികം നമ്മുടെ കേരളത്തിൽ സുപരിചിതമല്ലാത്ത ആ ഒരു മേഖലയിൽ തൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനം നേടിയെടുക്കാൻ അദ്ദേഹം ഉണ്ടായിരിക്കുന്ന ആ ഒരു പെയിൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ എഫേർട്ട് എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹമായി തന്നെ നമ്മൾ ജനിക്കേണ്ടത്, അതൊരിക്കലും പോസിബിൾ അല്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പോലത്തെ സിമിലർ കമ്മ്യൂണിറ്റിയിലൊക്കെ ജനിച്ച് വളർന്ന വ്യക്തികളാണെങ്കിൽ അത് കറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ, എല്ലാ കാര്യവും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് വരുന്ന സമയത്ത് എല്ലാ കാര്യവും ഡബിൾ ദ എഫേർട്ട് ആവശ്യമുള്ള ഒരു സംഗതിയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിപ്പോ അദ്ദേഹം ഇന്നിപ്പോ എന്താ പറയാ, ഈ ഒരു കേസിന് അടിസ്ഥാനമായിട്ടുള്ള ആ ഒരു സംഭവം, അദ്ദേഹത്തിന്റെ റൂമിൽ നിന്നും ഒരു കമേഴ്ഷ്യൽ ലെവലിലോട്ടുള്ള അത്ര അമൗണ്ട് അല്ലാത്ത തരത്തിലുള്ള അമൗണ്ട് ലഹരി പദാർത്ഥം, കഞ്ചാവ് പിടിച്ചെടുത്തു എന്നുള്ളതിന്റെ പേരിലാണ് അദ്ദേഹത്തിനെതിരെ കേസ് വന്നിട്ടുള്ളത്. പക്ഷെ അത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്ന കേസായിട്ട് പോലും അത് ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ അങ്ങനെയുള്ള ഒരു ജാമ്യാവസ്ഥയിലോട്ട് പോവാതെ അത് അനലൈസ് ചെയ്യുന്ന സമയത്തിന് അദ്ദേഹത്തിന്റെ കഴുത്തിൽ കിടക്കുന്ന പുലിപ്പല്ലിന് പുറകെ പോയി. ആ പുലിപ്പല്ല് അതിന്റെ സോഴ്സ് അന്വേഷിച്ച് പോയി. അത് ശരിക്കും പുലിപ്പല്ലാണോ അല്ലയോ എന്ന് സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിനെതിരെ നടന്നിട്ടുള്ള ആ ഒരു നിയമപരമായിട്ടുള്ള ആക്ഷൻസ് ഒക്കെ കുറച്ചുകൂടി
വേഗതയിലായോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം എല്ലാ സാഹചര്യത്തിലും എല്ലാ വ്യക്തികൾക്കും തുല്യനീതി നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നടപ്പാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും ചില ആളുകളുടെ കാര്യത്തിൽ നീതിന്യായ സംവിധാനങ്ങളുടെ പ്രവർത്തനം കുറച്ചുകൂടി വേഗതയിലാണോ സംഭവിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവുന്ന തരത്തിലാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് വേടന്റെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യം. അത് ശരിക്കും ഒരു എന്താ പറയുക, ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമായിട്ട് തന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, അദ്ദേഹം ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാണെന്നോ അല്ലെങ്കിൽ ഇറ്റ്സ് കൂൾ അങ്ങനത്തെ ഒരു മനോഭാവം പുതിയ തലമുറയ്ക്ക് കൊടുക്കാനോ ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ആ ഒരു കലയിലൂടെ റാപ്പ് എന്ന് പറയുന്ന പുതുതലമുറയുടെ ആ കലാ പരിപാടിയിലൂടെ അദ്ദേഹം പുതിയ തലമുറയിലെ കുട്ടികളിലേക്ക് എന്താണ് രാഷ്ട്രീയം, എന്താണ് നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം എന്നുള്ളതെല്ലാം പല രീതിയിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വാക്കുകളിലൂടെ വളരെ റിതമിക് ആയിട്ടുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വേഴ്സസിലൂടെ അദ്ദേഹം പാടി പ്രശസ്തമാക്കി പുതുതലമുറയിൽ അറിവ് കൂടി പകരുന്ന തരത്തിലുള്ള അത്ര ഒരു എന്താ പറയാ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആ ഒരു വ്യക്തി ആയി അദ്ദേഹം മാറിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വേറൊരു വശം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു പൊസിഷനാണ് അദ്ദേഹം എത്തിയത് അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ഗെയിൻ ചെയ്തിട്ടുള്ളത് എന്ന് സ്വയമേ വിലയിരുത്തി ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തെ അല്ലെങ്കിൽ ഒരു സംഗതിയിൽ ചെന്ന് പെടാതെ വേടനം നോക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തിയെ ടോട്ടലി മൊത്തത്തിൽ ക്യാൻസൽ ആക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം എല്ലാ കോണുന്നു. അത് നമ്മളെ നിയമ സംവിധാനം ആയാലും അതുപോലെ തന്നെ മീഡിയ കണ്ടു നിൽക്കുന്ന ആളുകൾ എല്ലാവരും ഒരു കൂട്ടം കൂടി കോർണർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം ഇദ്ദേഹത്തിന്റെ ഈ കേസിൽ വേണമായിരുന്നോ എന്നാണ് നമുക്ക് തോന്നുക, ഇത് കാണുന്ന സമയത്ത് തോന്നുക. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് പൊതുസമൂഹം ചോദിക്കുന്നത് വേടന്റെ കറുപ്പ്, അദ്ദേഹം പറയുന്ന രാഷ്ട്രീയത്തിന്റെ മൂർച്ച, അദ്ദേഹം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമൂഹത്തിലെ ആ ശ്രേണി വ്യവസ്ഥ ഉണ്ടല്ലോ, സ്റ്റിൽ അത് ഏത് രീതിയിലാണ് ഇപ്പോഴും പ്രിവെയിലിംഗ് ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന കൂടി ഉള്ള ഒരു സിറ്റുവേഷൻ ആണ് ഈ വേടന്റെ സംഭവത്തിൽ അരങ്ങേറിയിട്ടുള്ളത്. അതിപ്പോ നമ്മുടെ മന്ത്രി ആണെങ്കിൽ തന്നെ ഇനീഷ്യൽ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കേസ് അദ്ദേഹത്തിന്റെ നേരെ വന്നിട്ടുള്ള ഈ പുലിപ്പല്ലി കേസ് അതിന്റെ യഥാർത്ഥത്തിലുള്ള കുറ്റകൃത്യം അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അവസാനം വരെ കണ്ടുപിടിക്കുമെന്നുള്ള തരത്തിലുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് എല്ലാം അദ്ദേഹം മാറ്റി പറഞ്ഞു. വേടന്റെ കാര്യത്തിൽ കുറച്ച് സ്പീഡായിട്ട് കാര്യങ്ങൾ കുറച്ച് അവധാനത്തോടു കൂടി അത് കൈകാര്യം ചെയ്യണമായിരുന്നു എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷെ അത് ആ പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്നും, അതായത് വേടനെ മനസ്സിലാക്കിയ, വേടന്റെ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ വേടനെ പോലെ അതുപോലെയുള്ള ഒരു അധസ്ഥിതമായ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയ ഒരുപാട് ആളുകളുടെ അഭിപ്രായങ്ങളും അവരുടെ എതിർപ്പും എല്ലാം കണ്ടുകൊണ്ടുകൂടിയാണ് വേടന്റെ കാര്യത്തിൽ കുറച്ചെങ്കിലും നമുക്കൊരു അദ്ദേഹത്തിന് തന്നെ ഒരു റിലീഫ് കിട്ടുന്ന തരത്തിലൊരു ഇമ്മീഡിയറ്റ് ജാമ്യം പോലും കിട്ടിയത്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് പോവാനുണ്ടായ സാഹചര്യം എന്താണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. എപ്പോഴും ഇങ്ങനെയാണ്, ഇറ്റ് ഇസ് നോട്ട് സിമ്പിൾ ഫോർ പീപ്പിൾ ലൈക്ക് വേടൻ. അത് സത്യസന്ധമായ കാര്യമാണ്. അപ്പൊ നമ്മളിപ്പോ ന്യായപരമായിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം ലഹരി പദാർത്ഥം കൈവശം വെച്ചത് കൊണ്ടല്ലേ ഇതെല്ലാം ഉണ്ടായത് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ നമ്മൾ ഒരു സംഭവത്തിന്റെ ഒരു വശം മാത്രം നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഇന്ത്യയുടെ ചരിത്രം അല്ലെങ്കിൽ കേരളത്തിന്റെ ചരിത്രമൊക്കെ എടുക്കുമ്പോൾ ആയിരക്കണക്കിന് പോട്ടെ 2000 വർഷങ്ങൾ വരെ അല്ലെങ്കിൽ കഴിഞ്ഞ അത്രയും കാലയളവിൽ ഒരുപാട് ആളുകൾ അനുഭവിച്ചിരുന്ന ആ ഒരു ഇൻജസ്റ്റിസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇനീക്വൽ ആയിട്ടുള്ള വളരെ ഇൻഹ്യൂമൺ ആയിട്ടുള്ള ആ ഒരു പ്രത്യേകതരം കമ്മ്യൂണിറ്റിനോട് പൊതുസമൂഹത്തിന് ഉണ്ടായിരുന്ന ആ ഒരു സാഹചര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഞാൻ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ തലമുറകളായി ജനറേഷൻ വൈസ് ആയിട്ട്
ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സമൂഹത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം തിരുത്തിയാണ് ഇന്ന് നമ്മൾ എൻജോയ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിലോട്ട് നമ്മൾ എത്തിയത്. ഇന്ന് ഇവിടെ എത്തിയ സമയത്ത് പോലും അദ്ദേഹത്തിനെ പോലെ ഒരാൾ, ആ ഒരു റാപ്പിംഗ് മ്യൂസിക് എന്ന് പറയുന്ന ആ ഒരു കലാ പ്രകടനത്തിന്റെ അപ്പെക്സിൽ നിൽക്കുന്ന, കേരളത്തിൽ അതിന്റെ അപ്പെക്സിൽ നിൽക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ആർട്ടിസ്റ്റ് ആയ അദ്ദേഹത്തിന് പോലും ഇത്തരത്തിലുള്ള ഒരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നമുക്കൊരു വിഷമം ഉണ്ടാവുക സ്വാഭാവികമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ജാതി പ്രശ്നം അത് ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജാതി പ്രശ്നം എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ആളുകളുണ്ട്. ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ, ലോജിക്കലി സംസാരിക്കാത്ത, ഹിസ്റ്ററി അറിയാത്ത, ഹിസ്റ്ററി അറിഞ്ഞിട്ടും അത് കണ്ണടച്ച് ചുമ്മാ ഇങ്ങനെ അവരവരുടേതായിട്ടുള്ള ലോകത്ത് വിരാജിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. എന്താണെന്നാൽ എല്ലാം അവർ നേടി, ഇപ്പൊ ഒരു കൂട്ടം ആളുകൾ നേടി, അവർ സമ്പാദിച്ച അല്ലെങ്കിൽ അവർ പൊസസ് ചെയ്യുന്ന എല്ലാ വസ്തുക്കളും, എല്ലാ കാര്യങ്ങളും, അവരുടെ നെറ്റ്വർക്കും, അവരുടെ ആ ഒരു ജീവിതത്തിൽ അവർ ഇന്നേ വരെ എത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ മാത്രം ആ ഒരു പ്രയത്നം കൊണ്ടും ഹാർഡ് വർക്ക് കൊണ്ടും ടാലന്റ് കൊണ്ടും മാത്രം നേടിയതാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഏതെങ്കിലും ആളുകൾക്കുണ്ടെങ്കിൽ അത് മാറ്റണമെന്നാണ് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്. കാരണം അങ്ങനെയല്ല. അത് ആ ഒരു സാമൂഹിക ശ്രേണിയിലുള്ള കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് നമുക്കത് കറക്റ്റായിട്ട് ലോജിക്കലി ഹിസ്റ്ററി അറിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അന്വേഷിച്ചാൽ, വായിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് കുറെ ആളുകളുടെ കയ്യിൽ മാത്രം ഒരുപാട് പൊസഷൻസ് വരുന്നത്. അതിപ്പോ ഇൻ ടേംസ് ഓഫ് ലാൻഡ്, ഗോൾഡ്, മണി, സോഷ്യൽ നെറ്റ്വർക്കിംഗ്, അങ്ങനെ ഒരുപാട് ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സംഗതികളും ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് മാത്രം വളരെ പെട്ടെന്ന്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇൻ കമ്പാരിസൺ ടു സം അതർ പീപ്പിൾ, അവർക്ക് കുറച്ചും കൂടി ഇത്തരത്തിൽ ജീവിതത്തിൽ സാധിക്കാനൊക്കെ എന്തുകൊണ്ടാണ് എളുപ്പമാവുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വി കനോട്ട് സേ ദാറ്റ് പ്യുവർലി ബേസ്ഡ് ഓൺ ഹാർഡ് വർക്ക് ആൻഡ് എന്താ പറയുക അവരുടെ ടാലന്റ് അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അത് ഒരു പരിധി വരെ ഈ പറയുന്ന പോലെ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഉച്ചനീചത്വങ്ങൾ എന്ന് വെച്ചാൽ ആ ഒരു സാമൂഹിക ശ്രേണീപരമായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു ഡിഫറൻസ്, ആ ഒരു വ്യത്യസ്തതകൾ, അല്ലെങ്കിൽ അങ്ങനെ പല തട്ടിലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ, ആളുകളെ മെയിൻറ്റെയിൻ ചെയ്യാൻ വർഷങ്ങളായിട്ട് മനുഷ്യരുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്ന അലിഖിതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ എൻ്റെ സ്വന്തം കാര്യം എടുക്കുകയാണെങ്കിൽ, എൻ്റെ ഫാമിലി തന്നെ, എൻ്റെ ഫാദർ, അദ്ദേഹത്തിന് പഠിക്കാൻ സാധിച്ചില്ല. എന്തുകൊണ്ട് പഠിക്കാൻ സാധിച്ചില്ല? അദ്ദേഹത്തിന് പഠിക്കാൻ താല്പര്യമില്ലായിരുന്നു. അത് പഠിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടായിരിക്കുമോ? എന്തായിരിക്കും? ഞാൻ മനസ്സിലാക്കിയത്, അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. അവരുടെ മുൻ തലമുറയുടെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ ഇന്ന് ജീവിച്ച ആ ഒരു കാലഘട്ടമൊക്കെ വളരെ വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം അന്ന് അവർക്ക് പഠിക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു, പഠിക്കാനുള്ള അനുവാദമില്ലായിരുന്നു. പഠിക്കാനുള്ള ആ ഒരു സാഹചര്യം, അനുവാദം, ഇതൊക്കെ ആരാണ് കൽപ്പിച്ച് നൽകിയിരുന്നത്? അപ്പൊ അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് പഠിക്കാൻ ഉണ്ടായിരുന്ന ആ ഒരു കഴിവിനെ മുൻനിർത്തിക്കൊണ്ട് അവർക്ക് ജീവിതത്തിൽ ഉയർന്നു വരണമെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള ഒരു അനുവാദം വേണമായിരുന്നു. എവിടുന്ന് വേണമായിരുന്നു? ഈ ചാതുർവർണ്ണയത്തിന്റെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു റൂൾസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി പറയാണ്, ഇയാൾക്ക് പഠിക്കാൻ അധികാരമില്ല, അപ്പൊ ഇദ്ദേഹം പഠിക്കാൻ പാടില്ല, ഇയാള് പറമ്പിൽ പണിയെടുക്കണം, അവിടെ പോയിട്ട് സാധനങ്ങൾ നീക്കി വെക്കണം, മണ്ണ് നീക്കണം, തെങ്ങിന് തടം വെട്ടണം തുടങ്ങിയ ജോബിനെല്ലാം ഇവരെ അസൈൻ ചെയ്യുമായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ? ഇപ്പൊ ഒരു കുട്ടിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, ആ കുട്ടി ഒരു അക്കാഡമിക്കലി നല്ല രീതിയിൽ ജീവിതത്തിൽ ഉയർന്നു വരാനും സമൂഹത്തിന് പോസിറ്റീവ് ആവുന്ന, അല്ലെങ്കിൽ സമൂഹത്തിന് സപ്പോർട്ടീവ് ആവുന്ന തരത്തിൽ ആ കുട്ടിയുടെ ജീവിതം മാറാനുമുള്ള ഒരു സാഹചര്യം ഏത് സ്ഥലത്താണ് കൂടുതൽ ഉണ്ടാവുക? ലൈക്ക് ഈ പറഞ്ഞ പോലെ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയിലാണോ, അതോ ഓൾറെഡി എഡ്യൂക്കേഷനെ കുറിച്ച് അറിവുള്ള, പഠിച്ചിട്ടുള്ള, അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണോ, അതോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധസ്ഥിതരായിട്ടുള്ള വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസം പോലും പ്രോപ്പറായിട്ട് സാധിക്കാത്ത ആളുകളുടെ വീട്ടിൽ ജനിക്കുന്ന സമയത്താണോ ഒരു കുട്ടിക്ക് ഈ പറഞ്ഞ പോലെ അക്കാഡമിക്കലി വളരെയധികം ഇമ്പ്രൂവ് ആവാനും സമൂഹത്തിൽ ഉയർന്നു വരാനും സാധിക്കുക? ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ഇത് ആരെയും കുറ്റമായിട്ട് പറയുന്നല്ല. അത്
നമ്മുടെ സമൂഹത്തിൽ ഓൾറെഡി നടന്നു കഴിഞ്ഞ കാര്യമാണ്. ഈ ഒരു വ്യത്യസ്തത കൊണ്ട്, ഈ ഒരു മാറ്റി നിർത്തൽ കൊണ്ട്, ഈ മാറ്റി നിർത്തൽ കൊണ്ട് സംഭവിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതൊരു ഒറ്റ ഒരു കാര്യത്തിലോട്ട് നമുക്ക് ചുരുക്കാൻ പറ്റില്ല. അതിന്റെ പല 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 തട്ടിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പലപ്പോഴായിട്ട് അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. അത് മേ ബി ചിലപ്പോൾ ഈ ഒരു 2000-ന് ശേഷം അല്ലെങ്കിൽ 2010-ന് ശേഷം അങ്ങനെയൊക്കെ ഉള്ള കാലഘട്ടം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ എവിഡന്റ് ആയിട്ട് അനുഭവിക്കുന്നുണ്ടാവില്ല. പക്ഷെ ഒരു സോഫ്റ്റ് റിജക്ഷൻ അല്ലെങ്കിൽ ഒരു വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു മാറ്റി നിർത്തൽ നിങ്ങൾക്ക് പലപ്പോഴായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സമയത്ത് അങ്ങനെ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് വാട്ട് മേ ബി ദ റീസൺ. അപ്പൊ ഞാനിങ്ങനെ പലപ്പോഴായിട്ട് ഇങ്ങനെ ആലോചിച്ച സമയത്ത് എനിക്ക് അതിന്റെ റൂട്ട് കോസ് ആയിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിലോട്ട് ചെന്ന് എത്താൻ പറ്റുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ആൾക്കാർ ഇങ്ങനെ തരംതിരിവ് വേറൊരു വ്യക്തിയോട് കാണിക്കുന്നത്? അതിന്റെ റൂട്ട് അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ ചെന്ന് എത്തുന്നത് കാലങ്ങളോളം മുമ്പേ സംഭവിച്ച ഈ എന്താ പറയാ അരാജകത്വം എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ശ്രേണി വ്യവസ്ഥ തന്നെ ആണ് അതിന് കാരണമെന്ന് നമുക്ക് കണ്ടെത്തേണ്ടി വരും. അതിൽ നിന്ന് ഒരു കണക്കിന് അതിൽ നിന്നെല്ലാം സ്വന്തം എഫേർട്ട് കൊണ്ട് മോചിതനായി പുറത്ത് കടന്ന് ഇന്ന് ഈ 2025 തൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനം തൻ്റെ കർമ്മമണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ച വേടൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസീഷ്യൻ, അദ്ദേഹം ഇൻവോൾവ് ചെയ്തു എന്ന് പറയപ്പെടുന്ന സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്ന ഒരു ക്രൈം എന്നല്ല, ഒരു കുറ്റകൃത്യം അങ്ങനെ പറയാൻ പറ്റുമെന്ന് അറിയില്ല, ഒരു പ്രശ്നം. ആ പ്രശ്നത്തിൽ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് വേറെ ഏതെല്ലാമോ രീതിയിൽ വളരെ ഫോക്കസ്ഡ് ആയി അദ്ദേഹത്തിന് തീർക്കണം ഇൻ ദ സെൻസ് അദ്ദേഹത്തിന് കരിയർ തീർക്കണം, അദ്ദേഹത്തിന് ജോലി ഇനി ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് അദ്ദേഹത്തിന് മാറ്റണം എന്നുള്ള ആ ഒരു ലാക്കോട് കൂടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് 2025 ഇറ്റ്സ് നോട്ട് ഫെയർ. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിന് ആ ഏഷ്യാനെറ്റ് ന്യൂസിലാണെന്ന് തോന്നുന്നു ആ അറസ്റ്റ് നടന്ന ആ സമയത്ത് അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയ ഒരുപാട് അക്കാഡമീഷ്യൻസും അതുപോലെ തന്നെ സാഹിത്യകാരന്മാർ, സിനിമാ പ്രവർത്തകർ വരെ അപ്രീഷിയേറ്റ് ചെയ്ത അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നും അദ്ദേഹം കോറിയിട്ട ആ വരികളുണ്ടല്ലോ, വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന് പറയുന്ന ആ വരികൾ, അതൊരു വൻ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ചില ആളുകൾക്ക് സ്വന്തമായിട്ട് ഒരു കുപ്പായം പോലും തുന്നണമെങ്കിൽ അത്രയധികം വിയർപ്പ് ഒഴുക്കേണ്ടി വരും. അദ്ദേഹം ആ കുപ്പായം എന്ന് ഉദ്ദേശിച്ചത് മേ ബി ചിലപ്പോൾ ഈ ഒരു ഷർട്ടോ അല്ലെങ്കിൽ ബനിയൻ എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റിനായിരിക്കില്ല, അത് ജീവിതത്തിൽ സഹായിക്കുന്ന ആ കാര്യങ്ങളായിരിക്കും. അത് സ്വയമേവ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് വിയർപ്പ് ഒഴുക്കി ഞാൻ നേടിയെടുത്ത സംഭവമാണ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ ടോട്ടലി ക്യാൻസൽ ചെയ്യുന്ന, അതിനെ ഡീമീൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്യാപ്ഷനാണ് ഈ പുള്ളിയെ അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ പുള്ളിക്കെതിരെ ഇങ്ങനെ ആരോപണം ഉണ്ടായി എന്ന് പറയുന്ന സമയത്ത് ഏഷ്യാനെറ്റ് ന്യൂസിലാണെന്ന് തോന്നുന്നു വന്നത്, കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം. അപ്പൊ ഇങ്ങനെ കേൾക്കുമ്പോൾ എന്താ, ഒരു സാധാരണ ഇപ്പൊ ഈ ചരിത്രബോധമില്ലാത്ത എങ്ങനെ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഒരു നിലയിലോട്ട് ഏത് രീതിയിൽ എന്തൊക്കെ അനുഭവങ്ങൾ എന്തൊക്കെ ചരിത്രപരമായ സംഭവങ്ങൾ കടന്നിട്ടാണ് എത്തിയത് എന്ന് അറിയാത്ത ഒരാൾ ഇത് കാണുമ്പോൾ ഓക്കെ അന്നേ അറിയായിരുന്നു ഏത് അവന്റെ ഒരു എഴുത്ത് ഭയങ്കര റാപ്പർ, ഇപ്പൊ എന്നിട്ട് കണ്ടില്ലേ ഇതായി. അപ്പൊ എല്ലാരും ഇങ്ങനെ തന്നെ, ഇങ്ങനെ വരുന്നവരോ ടാലന്റ് ഉള്ളവരും എല്ലാവരും ഇതുപോലെ തന്നെ ആയിരിക്കും എന്നുള്ള ആ ഒരു ധ്വനിയാണ് ആ ഒരു ക്യാപ്ഷൻ ഉണ്ടായിട്ടുണ്ടാവുക. അത് വേടനും അപലപിക്കേണ്ട കാര്യം തന്നെയാണ്. അദ്ദേഹം കുറച്ചുകൂടി ജാഗരൂകനായിട്ട് പ്രവർത്തിക്കേണ്ടതായിരുന്നു. ഒരിക്കലും അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഒരു ചെറിയ കേസാണ്, ഇപ്പോൾ അദ്ദേഹത്തിന് സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന തരത്തിലുള്ള ചെറിയ കേസിൽ പോലും അദ്ദേഹം ചെന്ന് പെടാൻ പാടില്ലായിരുന്നു. അത് ഈ ഒരു പ്രോബ്ലംസ് എല്ലാം ഏകദേശം സെറ്റിൽ ആയ സമയത്ത് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട സമയത്ത് തന്നെ അദ്ദേഹം ഡിസ്ക്ലോസ് ചെയ്യുകയുണ്ടായി. അന്യമാരെ ചേട്ടന് തെറ്റുപറ്റി, ഓക്കെ ഹീസ് റെഡി ടു ചേഞ്ച് ഹിംസെൽഫ്. കാരണം അയാൾ മാറണം, അയാൾ പ്രോപ്പറായിട്ട് മാറണം. ഇനിയും പാട്ടുകൾ എഴുതണം, പാട്ടുകൾ പാടണം, പാട്ടുകൾ കൊണ്ട് സമൂഹത്തിൽ നടക്കുന്ന വളരെ അപ്പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇനീക്വൽ ആയിട്ടുള്ള ഇൻജസ്റ്റിസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്കെതിരെ അദ്ദേഹം പാടി പ്രവർത്തിക്കണം. അതിന് അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ട് ഇപ്പോൾ
ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെന്ന് ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ തരത്തിൽ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതാത്ത ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രവർത്തനത്തെ, അയാളുടെ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹം ചെന്നുപെട്ട ഈ കേസിനെ ന്യായീകരിക്കാതെ വേടൻ എന്ന് പറയുന്ന ആ മ്യൂസീഷ്യനെ സപ്പോർട്ട് ചെയ്ത് വന്നത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ തന്നെ ആയിരിക്കണം വേണ്ടത്. അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, ഇനിയിപ്പോ വേടൻ വീണ്ടും ഇതുപോലൊരു കേസിൽ ചെന്ന് പെട്ടിരുന്നത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, അയാളെ ന്യായീകരിക്കാൻ പറ്റില്ല. അത് അയാളുടെ വ്യക്തിപരമായ കാര്യം. അയാള് അങ്ങനെ ഇനി പെട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും ജുഡീഷ്യറിന് മുമ്പിൽ വരേണ്ടി വരും. അതിനെന്താണോ നമ്മുടെ നിയമപരമായിട്ടുള്ള സംവിധാനങ്ങളിൽ എന്ത് ശിക്ഷയാണോ കൽപ്പിക്കുന്നത് അത് അദ്ദേഹം വാങ്ങേണ്ടി വരും. അതിനൊന്നും നമുക്കൊന്നും തടുക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ആളുകളുടെ കാര്യത്തിൽ ചില കാര്യങ്ങൾ വരുന്ന സമയത്ത് മാത്രം ഈ വേഗത കൂടുന്നതിനെ ഇനിയും ആളുകൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും എന്നുകൂടിയുള്ള ഒരു തിരിച്ചറിവാണ് ഈ വേടന്റെ ആ ഒരു പ്രശ്നത്തിലൂടെ സമൂഹത്തിൽ തെളിഞ്ഞു വന്ന പുതിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. അത് ഒരു നല്ല സൂചകം തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് കൂടി ആയിരിക്കാം നമുക്കൊരു ലോജിക്കലി ചിന്തിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഈ വേടൻ പുലിപ്പല്ലുമായിട്ട് നടക്കുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു തരത്തിലോട്ട് ഒരിക്കലും അത് എസ്കലേറ്റഡ് ആവേണ്ട കാര്യമില്ലാത്തൊരു സംഭവമായിരുന്നു. അതിനെ ഇങ്ങനെ ആര് കൊണ്ട് ചെന്ന് എത്തിച്ചു എന്നുള്ള ചോദ്യം സമൂഹത്തിൽ നിന്ന് വന്നപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ കുറച്ചെങ്കിലും ജസ്റ്റിസിന്റെ വഴിയുള്ള കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചത്. അപ്പൊ ഞാൻ പറയുന്നത്, എത്രയൊക്കെ കാലങ്ങൾ മുന്നോട്ട് പോയാലും എത്രയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായാലും എത്രയൊക്കെ നമ്മൾ എഫേർട്ട് ഇട്ട്, എസ്പെഷ്യലി ദോസ് ഹു ആർ കമ്മിങ് ഫ്രം എ ലോ ബാക്ക്ഗ്രൗണ്ട്, ലോ ഇൻ ദ സെൻസ് ഫൈനാൻഷ്യലി, നെറ്റ്വർക്കിംഗ് വൈസ്, അതുപോലെ തന്നെ ഈ പറയുന്ന സോ കോൾഡ് ലോ കാസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ആളുകൾ, അവർ ഇനിയും കൂടുതൽ എഫേർട്ട് ഇട്ട് മുന്നോട്ട് വരുന്നതിനെ ഒറ്റയടിക്ക് ക്യാൻസൽ ആക്കുന്ന, അല്ലെങ്കിൽ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നിഷ്പ്രഭമാക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം നമ്മുടെ സമൂഹത്തിന്റെ പല നാനാഭാഗത്തു നിന്നും ഉണ്ടാവുന്ന, അല്ലെങ്കിൽ നാനാഭാഗത്തും പ്രവർത്തിക്കുന്ന സംഘടനകളോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സാമൂഹ്യ മാധ്യമങ്ങളോ, അല്ലെങ്കിൽ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളോ, അവരിലൊന്നും ഇനിയും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്കിപ്പോൾ പ്രത്യാശിക്കാൻ പറ്റുന്നത്. ഞാനിത് ഇത്രയും ഒരു അഗിറ്റേറ്റഡ് ആയിട്ട് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ എപ്പോഴും വേടന്റെ ആ ഒരു പെർഫോമൻസ് കാണുമ്പോഴും അദ്ദേഹത്തിന്റെ വേഴ്സസ് കേൾക്കുമ്പോഴും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സോഫ്റ്റ് റിജക്ഷൻസ് പല സമയത്തും ഉണ്ടായിട്ടുണ്ട്. വളരെ എവിഡന്റ് ആയിട്ടുള്ള ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, നമ്മള് നയൻത്ത് സ്റ്റാൻഡേർഡ് ആണെന്ന് തോന്നുന്നു. 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് ഒരു റോബോട്ടിക്സിനെ കുറിച്ചുള്ള ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. ഐ മീൻ റോബോട്ടിക്സിന്റെ സയന്റിഫിക് വേർഷൻ അല്ല, അതിന്റെ ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ അതിനെ കുറിച്ച്, ഐസക് അസിമോവിനെ കുറിച്ച് ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ ഞങ്ങളുടെ ഒരു സർ അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ നമ്മൾ ആ ഒരു സമയത്ത് ആ ഒരു ഏജ് ആണല്ലോ, ലൈക്ക് 9ാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞ ഒരു 13-14 ഇയേഴ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്ത ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നതെന്ന് പുള്ളിക്ക് മനസ്സിലായപ്പോൾ പുള്ളി ആ ടീച്ചർ അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്നോട് അദ്ദേഹം പഠിപ്പിച്ചതിന്റെ ബാക്കി ഭാഗങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഞാൻ ആ സമയത്ത് ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. പക്ഷെ എനിക്കത് വായിക്കാൻ പറ്റിയില്ല. അദ്ദേഹം എന്നോട് ചോദിച്ച സമയത്ത് എവിടെയാണോ പുള്ളി നിർത്തിയത് അവിടെ നിന്ന് തുടർന്ന് എനിക്ക് വായിക്കാൻ സാധിച്ചില്ല. ആ ഒരു ഒറ്റ കാരണത്തിൽ നിങ്ങൾ ഓർക്കണം, ഒരു കുട്ടി ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്ന ഒരൊറ്റ കാരണത്തിലാണ് ഇനി പറയാൻ പോകുന്ന സംഭവം. ഈ ടീച്ചർ എന്ന് പറയുന്ന, അയാളെ ടീച്ചർ എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ആ പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട്, ഞാൻ എഴുന്നേറ്റ് നിൽക്കുകയാണല്ലോ, ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് എൻ്റെ കഴുത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട്, നമ്മൾ ഈ ഫിലിമിലൊക്കെ കണ്ടിട്ടില്ലേ ഈ നടയടി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഇപ്പോ അത് പ്രചാരത്തിലില്ല, ഇപ്പൊ അങ്ങനെ ഒരു സംഭവം ജയിലിൽ പോലും ഇല്ല. അത് ആ സമയത്ത് അന്ന് അദ്ദേഹം എൻ്റെ കഴുത്തിന് ഇങ്ങനെ കുനിച്ച് നിർത്തിയിട്ട് കൈ ഇത്ര ഈ 5 വിരൽ ഫുൾ സ്ട്രെച്ചിൽ ഫുൾ സ്വിങ്ങിൽ പുറത്തോട്ട് 2 അടി, അതും ഹോൾ ക്ലാസ്സിന് മുമ്പിൽ വെച്ചിട്ട്, ഒറ്റൊരു കാര്യം കൊണ്ട്, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള കാര്യം കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട്, അത്രയ്ക്കും ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട്, അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ എന്നോട് പെരുമാറാൻ ഉണ്ടായ സാഹചര്യം എന്താണ് എന്ന് ഞാൻ ആലോചിച്ചു. എനിക്ക് ഉത്തരം കിട്ടിയില്ല. എന്തായിരിക്കും അങ്ങനെ പെരുമാറാണ്ടായ കാര്യം? കാരണം ഇതിനു മുമ്പ് പല സാഹചര്യങ്ങളും ഇതേപോലുള്ള സിറ്റുവേഷൻസ് ഉണ്ടായപ്പോഴെല്ലാം ഇതേപോലെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുന്ന കുട്ടികളെല്ലാം ഒരിക്കലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഈ പുള്ളി തന്നെ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. എന്നോട് മാത്രം എന്തായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക?
അതെനിക്ക് വളരെ വലിയൊരു തിരിച്ചറിവായിരുന്നു. ലൈക്ക് ഐ ഷുഡ് ബി മോർ കോൺഷ്യസ് ഇൻ ലൈഫ്. ഞാൻ കുറച്ചും കൂടി ശ്രദ്ധാലുവായിരിക്കും ജീവിതത്തിൽ. എനിക്ക് ചെറിയ തെറ്റുകൾ പോലും വരുത്താൻ സാധിക്കില്ല. ചെറിയ തെറ്റുകൾ വരുത്തി കഴിഞ്ഞാൽ തന്നെ എൻ്റെ നേർക്ക് വരുന്ന ഒളിയമ്പുകളോ അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന പണിഷ്മെന്റുകളുടെ ആ ഒരു മാഗ്നിറ്റ്യൂഡ് സാധാരണയിലും വളരെ വലുതായിരിക്കുമെന്നുള്ള ഒരു വൻ തിരിച്ചറിവാണ് അന്നുണ്ടായത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു അനുഭവങ്ങൾ, അത് ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞെന്നുള്ളൂ. അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങളിലൂടെ നേരത്തെ പറഞ്ഞ കണക്കെയുള്ള സോഫ്റ്റ് റിജക്ഷൻസ് ഇപ്പൊ നമ്മുടെ സർക്കിളിലാണെങ്കിൽ ഇപ്പോൾ വളരെ ക്ലോസ് ആണെന്ന് വിചാരിക്കുന്ന സർക്കിളിലാണെങ്കിൽ പല സമയത്തും ഇതേപോലെ പല റിജക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെയുള്ള പല സംഗതികളെല്ലാം അനുഭവിച്ചു വരുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ് വേടൻ എന്ന് പറയുന്ന ആ വ്യക്തി അത്രയും ലോ ക്ലാസ് ഇൻ ദ സെൻസ് സമൂഹം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു അധസ്ഥിത വിഭാഗത്തിൽ നിന്നും വന്ന് തൻ്റെതായിട്ടുള്ള ഒരു മ്യൂസിക്കൽ നെയിം റാപ്പിങ്ങിൽ സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ച വേടന് ജീവിതത്തിൽ ഇതുപോലെ ഒരു കണ്ടീഷനിൽ ഇങ്ങനെയാണ് അദ്ദേഹത്തിനോട് ഉള്ള ഒരു സമീപനം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്, അദ്ദേഹം ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വിഷമം വളരെ വലുതാണ്. അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മൾ ഇപ്പൊ ഏത് ആളുകളായിക്കോട്ടെ, ഏത് കാസ്റ്റിൽ, ഏത് കമ്മ്യൂണിറ്റി, ഏത് ഫൈനാൻഷ്യൽ സെറ്റപ്പ്, ഏത് ശ്രേണിയിൽപ്പെട്ട ആള് ആയിക്കോട്ടെ നിങ്ങൾ, പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളെല്ലാവരും ഇന്ന് നമ്മൾ നിൽക്കുന്ന അല്ലെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ മാത്രം ടാലന്റ് കൊണ്ടും ഹാർഡ് വർക്ക് കൊണ്ടും അതുകൊണ്ട് മാത്രം വന്നു ചേർന്ന സംഗതികളല്ല എന്നുള്ളത് ആ ഒരു ചരിത്രബോധ്യത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങളൊന്നും നമ്മൾ ഒരാളോടും നടത്തില്ല. വേടനോടൊന്നല്ല, ഒരു വ്യക്തിയോടും നടത്തില്ല. വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള ആ ഒരു പെരുമാറ്റം, ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ആ രീതി, മുച്ചൂട് മുടിച്ചു കളയുന്ന, അദ്ദേഹത്തിന്റെ എക്സിസ്റ്റൻസേ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം ഇത്തരത്തിലുള്ള അറിവുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും നടത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അറിവ് ഇതിനെക്കുറിച്ച് കുറവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ആളുകളുടെ എക്സ്പീരിയൻസ് പറയുന്ന, അല്ലെങ്കിൽ ആളുകൾ ഗ്യാദർ ചെയ്ത നോളജ് ഷെയർ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസിലൊക്കെ അവർ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് അവർ തന്നെ കോട്ട് ചെയ്ത ഡോക്യുമെന്റ്സും ആർട്ടിക്കിൾസും ബുക്സും എല്ലാം നിങ്ങൾ പോയി പഠിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഇല്ലയോ. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇങ്ങനെ ഏതൊരാളോടും ടാർഗറ്റ് ചെയ്ത് പെരുമാറാതെ ഒരു നല്ല വ്യക്തിയായി എല്ലാവരെയും തുല്യ നീതിയോടെ തുല്യമായി കണ്ട് തുല്യമായി പരിഗണിച്ച് തുല്യമായി ട്രീറ്റ് ചെയ്ത് നല്ല മനുഷ്യരായിട്ട് മാറാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.